വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതെൻ്റെ ഫസ്റ്റ് ഓൺ വോയിസ് ഫുൾ ലെങ്ത് വീഡിയോ ആണ് കേട്ടോ. ഞാൻ ഇതുവരെ ഒരെണ്ണം പോലും ഇങ്ങനെ പോസ്റ്റ് ചെയ്തിട്ടില്ല. സോ ഇതിൻ്റെ അകത്ത് കുറേ തെറ്റുകളുണ്ടാകും. എല്ലാവരും ഒന്ന് ക്ഷമിച്ചു കേട്ടോ. സോ വീഡിയോയിലോട്ട് കിടക്കാം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ ഫിറ്റ്നസ് ജേർണിനെ പറ്റിയാണ് കേട്ടോ. ഒരു 75 ഡേയ്സ് ഫിറ്റ്നസ് ജേർണി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന് എൻ്റെ ഹസ്ബൻഡും, ഒന്ന് ഞാൻ എനിക്ക് തന്നെ കൊടുക്കുന്ന എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റുമായിരുന്നു. ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടാൻ ആഗ്രഹിക്കാത്ത ആരുള്ളത്? എല്ലാവർക്കും ഗിഫ്റ്റ് കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. സോ ഞാൻ വിചാരിച്ചു ഈ വർഷം ഞാൻ എനിക്ക് തന്നെ അങ്ങ് കൊടുത്താലോ എന്ന്. പല സാധനങ്ങളും ഞാൻ മേടിക്കാറുണ്ട്, പക്ഷെ അതിലൊന്നും കിട്ടാത്ത എന്താ പറയുക, ഒരു സന്തോഷവും ഇതൊക്കെ നമുക്ക് വേണ്ടേ. സോ അതിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ എൻ്റെ ഫിറ്റ്നസ് ജേർണി സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഒരു രഹസ്യമുണ്ട്, ഞാൻ എവിടെയെങ്കിലും പോസ്റ്റ് ചെയ്താൽ മാത്രമേ ഞാൻ നന്നാകത്തുള്ളൂ, അല്ലാതെ ഇപ്പം എന്ത് പറയാനാ. രണ്ടാമത്തേത് കെട്ടിയതിൻ്റെ കാര്യം, അത് ഞാൻ പിന്നീട് ഒരിക്കലും പറയാം കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല. അടുത്ത വീഡിയോയിലൊക്കെ ആയിട്ട് ഞാൻ എന്താണെന്ന് പറയും. കാരണം എനിക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടിയാലേ അത് പറയാൻ പറ്റത്തുള്ളൂ, അല്ലാതെ എനിക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ്. സോ ഓക്കെ, ഫസ്റ്റ് ഞാൻ എന്നെപ്പറ്റി തന്നെ ഒന്ന് പറയാം. എൻ്റെ പേര് ജിനി, ഹസ്ബൻഡിൻ്റെ പേര് അഖിൽ, ആൾ ദുബായിൽ വർക്ക് ചെയ്യുന്നു. കുഞ്ഞുണ്ട് എലീസ, ആൾക്ക് 2.5 വയസ്സ്. ഞാനും വർക്ക് ചെയ്യുന്നുണ്ട്, വർക്ക് ഫ്രം ഹോം ആണ്. ഒരു IT ഫേമിലാട്ടോ വർക്ക് ചെയ്യുന്നത്. സോ അതാണ് എൻ്റെ ഒരു ബേസിക് കാര്യങ്ങൾ. സോ ഇനി എൻ്റെ 75 ഡേയ്സ് ഫിറ്റ്നസ് ജേർണിനെ പറ്റി പറഞ്ഞാലോ. ഞാൻ എൻ്റെ വേറൊന്നും പറഞ്ഞാൽ അധികം അങ്ങനെ ഓർമ്മിപ്പിക്കുന്നില്ല. ഒന്നാമത്തെ കാര്യം, എനിക്കൊരു 90 kg ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പൊതുവെ ഒരു കാലുവേദന, നടുവേദന എല്ലാം ഉണ്ടാകും. ഓൾറെഡി ഞാനൊരു IT പ്രൊഫഷണൽ ആയതുകൊണ്ട് തന്നെ ഇരുന്ന് വർക്ക് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് മിക്കപ്പോഴും നടുവേദനയ്ക്ക് ഉണ്ടാവാറുണ്ട്. വൈകിട്ട് വരുമ്പോഴത്തേനും ഇച്ചുവിന് ഞാൻ കയറി ഒന്ന് പൊക്കത്ത് കിടത്തും. ഇച്ചുന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ. അതേ കണ്ടു കഴിഞ്ഞിട്ട് ഈ പീസൈഡ് എടുത്ത് പറഞ്ഞാൽ മതി, ഈസേ എൻ്റെ പൊക്കത്തൊന്ന് കയറി ഇരിക്കാവോ എന്ന് ചോദിച്ചാൽ ആളും കയറി ഇരിക്കും കേട്ടോ. ഇപ്പോൾ ആൾക്ക് ഇത് കണ്ട് നല്ലൊരു ശീലമായി. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അതിനൊക്കെ ഒരു മാറ്റം വരണ്ട, എത്ര നാളായി ഇങ്ങനെ കൊണ്ടുപോവുക. അങ്ങനെ ഫിറ്റ്നസ് ജേർണി സ്റ്റാർട്ട് ചെയ്തു. സോ ഞാൻ ഇടയ്ക്ക് നോക്കുമ്പോൾ എൻ്റെ KG 91 പോയിൻ്റ് ഒക്കെ ആയിരുന്നു കേട്ടോ. 91.3, 91.4, ഇടയ്ക്ക് 90 ആകും, KA അങ്ങനെ. ബട്ട് ഇടയ്ക്ക് വർക്കൗട്ട് ചെയ്യാൻ പോകും. അതുകൊണ്ട് തന്നെ ഈ വർഷം ജാനുവരി ആയിട്ട് വർക്കൗട്ട് ചെയ്യാൻ പോകണ്ടെന്ന് വിചാരിച്ച് ഡിസംബർ 27-ാം തീയതി തന്നെ പോയി ചേർന്നു. എന്നിട്ട് എന്ത് സംഭവിച്ചു, ഒരു മാസം പോയി, അത് കഴിഞ്ഞപ്പോൾ വീണ്ടും നിന്നു. അങ്ങനെ ആ സമയത്ത് ഞാനൊരു 90 എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ വീണ്ടും ഫുഡൊക്കെ പഴയ രീതിക്ക് തന്നെയായി. പിന്നെ പഴയൊരു ലൈഫൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴാണ് അപ്പം എന്നാൽ പിന്നെ ഒരു ഫിറ്റ്നസ് ജേർണി എടുക്കാന്ന് പറഞ്ഞാൽ ഈ ഫിറ്റ്നസ് ജേർണി ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു 75 ഡേയ്സിൽ. പക്ഷെ അന്ന് ഞാൻ ഒരിക്കലും തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല ഇതൊരു 75 ഡേയ്സ് ഫിറ്റ്നസ് ജേർണി ആണെന്ന്. അതുകൊണ്ട് തന്നെ എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാൻ പറ്റും, ഞാൻ Day 1, Day 2, Day 3 എന്നാണ് ഇട്ടിരുന്നത്. പിന്നെ ഞാൻ ബാക്കിയുള്ളവരെ പോലെ വെയിറ്റ് കുറച്ചിട്ടല്ല വെയിറ്റ് ലോസ് ജേർണി ഫിറ്റ്നസ് ജേർണി സ്റ്റാർട്ട് ചെയ്തത്. ഇതിൽ കൂടി തന്നെയായിരുന്നു. എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം, ഡെയിലി ഞാനിങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് തന്നെയായിരുന്നു എൻ്റെ ഈ ജേർണി ഫുള്ള് പോയത്. ഈ 75 ഡേയ്സ് സത്യം പറഞ്ഞാൽ എങ്ങനെയാണ് പോയതെന്ന് പോലും ഞാൻ അറിഞ്ഞില്ല. പടിയെന്നാണ് പോയത്. ദിവസവും വർഷവും മാസമൊക്കെ ഇങ്ങനെ ഓടിപ്പോകുന്നത് കൊണ്ട് തന്നെ ഈ 75 ഡേയ്സ് ഞാൻ അറിഞ്ഞിട്ട് പോലുണ്ടായിരുന്നില്ല. അറിഞ്ഞു, ആദ്യത്തെ കുറച്ച് നാൾ നന്നായിട്ട് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അതിന് മുമ്പേ വേറൊരു കാര്യം പറയാം. ഞാൻ ഇതിൻ്റെ അകത്ത് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത് 4 കാര്യങ്ങളിലായിരുന്നു. ഒന്ന്, 3 നേരം ഞാൻ തന്നെ ഫുഡ് കഴിക്കുന്നുണ്ടെന്ന് ഞാൻ ഉറപ്പ് വരുത്തിയിട്ടുണ്ടായിരുന്നു, അതും കറക്റ്റ് സമയത്തിന്. 2, ഞാൻ എടുത്ത ടൈമിംഗ് എന്ന് പറയണത് 10 മണി തൊട്ട് 6 മണി വരെ, എന്ന് വെച്ചാൽ മാക്സിമം ആയിരുന്നു 7 മണി. ചില ദിവസങ്ങളിൽ, വർക്കുള്ള ദിവസങ്ങളിൽ ഞാൻ 7 മണിക്കും ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് എപ്പോഴും ഒരു 6:30-ക്കുള്ളിലൊക്കെ നിർത്താൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ 3 ലിറ്റർ വെള്ളം ദിവസവും കുടിക്കാം, മസ്റ്റായിട്ട് കുടിക്കണമായിരുന്നു. 4-മത് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് കുറച്ച് നേരമെങ്കിലും വർക്കൗട്ട് ചെയ്യാം, 30 മിനിറ്റ്സ് ടു 1 അവറിൻ്റെ ഇടയ്ക്ക്. ആദ്യമൊക്കെ ഒരു 30 മിനിറ്റ്സ്, 45 മിനിറ്റ്സ്, പിന്നെ അല്ലെങ്കിൽ ഞാൻ 1 അവർ നടക്കും, 5000 സ്റ്റെപ്സ് കംപ്ലീറ്റ് ചെയ്യും. അങ്ങനെ പല രീതിക്കായിരുന്നു എൻ്റെ വർക്കൗട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ഇനി ഞാൻ പറയാം ആദ്യത്തെ എങ്ങനെയാണ് 2-3 ആഴ്ച ഞാൻ അറിഞ്ഞിരുന്നതെന്ന്. കാരണം നമ്മൾ ഈ ഫുഡൊക്കെ ഭയങ്കര വിശപ്പായിരിക്കുമല്ലോ നമുക്ക് രാത്രി ആകുമ്പോൾ. കാരണം
കുറച്ച് നാളായിട്ട് ഞാൻ ശ്രമിച്ചുകൊണ്ടിരുന്നൊരു കാര്യമാണ് ടൈമിംഗ് ഒന്ന് ചേഞ്ച് ചെയ്യല്. കാരണം 10 മണിക്ക് കഴിച്ചുകൊണ്ടിരുന്ന ഞാൻ 9 മണിക്കാക്കി, 8 മണിക്കാക്കി. പക്ഷെ 7 മണി ആയിട്ടുണ്ടായിരുന്നില്ല. അതിന് മുമ്പേ ഞാൻ എൻ്റെ ഫിറ്റ്നസ് ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആദ്യത്തെ ആഴ്ച എനിക്ക് ഭയങ്കര തലവേദനയെന്ന് പറഞ്ഞാൽ ഭയങ്കര തലവേദനയായിരുന്നു. നൈറ്റ് വിശന്നിട്ടാണെങ്കിൽ കണ്ണ് കാണത്തില്ല. ബട്ട് ഞാൻ വിചാരിച്ച് ട്രൈ ചെയ്ത് നോക്കാം. എൻ്റെ അമ്മ അത്രയും ഞാൻ എഫേർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് ആ ഒരു ഇത് മാറാൻ വേണ്ടിയിട്ട്. സെക്കൻഡ് വീക്കൊക്കെ ആയപ്പോഴത്തേനും തലവേദനയ്ക്കൊക്കെ ചെറിയൊരു മാറ്റമൊക്കെ വന്നു തുടങ്ങി. 3rd വീക്ക് തൊട്ട് എനിക്ക് അത്രയ്ക്ക് അങ്ങ് പ്രശ്നം തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം എനിക്ക് അതൊരു പ്രശ്നമേ അല്ല. 6 മണി കഴിഞ്ഞ് ഫുഡ് കഴിച്ചില്ലേലും എനിക്കിപ്പോൾ ഒരു പ്രശ്നമില്ല. ചിലപ്പോൾ ഞാൻ 5 മണിക്ക് കഴിച്ചിട്ട് ഇപ്പം ഈ ഫിറ്റ്നസ് ജേർണി കഴിഞ്ഞപ്പോൾ ഞാൻ 5 മണിക്ക് കഴിച്ചിട്ട് ഉള്ള ദിവസങ്ങളും ഉണ്ട്. ബട്ട് അതൊന്നും ഇപ്പം എന്നെ അങ്ങനെ അഫക്റ്റേ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു കാര്യം പറയാനുള്ളത്, തലവേദന എടുക്കും, അതങ്ങനെയാണ്. നമ്മൾ ഇത്രയും നാളത്തെ ഒരു ശീലം മാറ്റല്ലേ, എല്ലാവർക്കും ഉണ്ടാകും. സോ അത് ഒന്ന് ഓവർകം ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നവും ഇല്ല കേട്ടോ. ഇപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ ആ ഒരു പ്രശ്നമേ ഇല്ല. കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും എനിക്കൊരു പ്രശ്നമില്ല. കഴിക്കണമെന്ന് തോന്നിയാൽ എനിക്ക് കഴിക്കും, ഇല്ലെങ്കിൽ വേണ്ട, അത്രയേ ഉള്ളൂ. ബട്ട് മാക്സിമം ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് 6 മണിക്ക് മുമ്പ് ഫുഡ് എടുത്ത് തീർക്കാൻ. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇപ്പം 2 വീക്സ് കഴിഞ്ഞിട്ടാണെങ്കിലും അങ്ങനെ തന്നെയാണ്. പിന്നെ ഞാൻ എൻ്റെ ഫിറ്റ്നസ് ജേർണിയിൽ എല്ലാ ടൈപ്പ് ഫുഡും കഴിച്ചിട്ടുണ്ടായിരുന്നു. ഈവൻ ചോക്ലേറ്റ്സ് ഇടയ്ക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നു. പുറത്തുനിന്ന് ചായ കുടിക്കുമായിരുന്നു, എന്തെങ്കിലും സ്നാക്സ് കഴിക്കുമായിരുന്നു. പക്ഷേ സ്നാക്സ് കഴിക്കുന്നൊക്കെ ദിവസങ്ങളിൽ ഞാൻ പിന്നെ വേറൊന്നും കഴിക്കില്ലായിരുന്നു. കാരണം അതിൻ്റെ കാർബ്സിൽ കൂടുതൽ കലോറി ഉണ്ട്. പിന്നെ ഞാൻ എന്തിനാ വേറെ പുറത്തുനിന്ന് കഴിക്കണത്? അതുകൊണ്ട് പിന്നെ അങ്ങനെ കഴിക്കില്ലായിരുന്നു. പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ അതിങ്ങനെ സ്കിപ്പേ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ബ്രേക്ക്ഫാസ്റ്റ് ഡെയിലി കഴിക്കുമായിരുന്നു. ലഞ്ചും എടുക്കുന്നുണ്ടായിരുന്നു, ബട്ട് ഒരു നോർമൽ വേസിൽ. വൈകിട്ട് എനിക്ക് ചിയാ സീഡ് കഴിക്കാനായിട്ട് ഇഷ്ടം. ഇപ്പം ചിയാ സീഡിൻ്റെ ബനാന സ്മൂത്തി ഉണ്ടാക്കി കഴിക്കാൻ എനിക്ക് ഏറ്റവും ഇഷ്ടം. കാരണം പിന്നെ അങ്ങോട്ട് വിശക്കത്തേയില്ല. അത് സത്യം പറഞ്ഞാൽ അത് കുടിച്ച് നമുക്ക് ശീലമായി കഴിയുമ്പോഴേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. ഞാൻ ആദ്യമൊക്കെ ഇങ്ങനെ ആൾക്കാരിങ്ങനെ വീഡിയോസിലൊക്കെ പറയുന്നു, ചിയാ സീഡ് കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വിശക്കത്തില്ല എന്നൊന്നും. അപ്പം ഞാൻ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ കുടിച്ചു തുടങ്ങിയപ്പോൾ സത്യമാണെന്ന് എനിക്ക് മനസ്സിലായി കേട്ടോ. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് നോക്കിക്കോ, നിങ്ങൾക്കും അത് മനസ്സിലാകും. ചിയാ സീഡിൻ്റെ സ്മൂത്തിയൊക്കെ ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ സത്യം പറഞ്ഞാൽ പിന്നെ വിശക്കൂല. പിന്നെ ഞാൻ ചിയാ സീഡിൽ എപ്പോഴും ഡേറ്റ്സ് ഇടുമായിരുന്നു കേട്ടോ. എനിക്കൊരു മധുരം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും ഡേറ്റ്സ് ഇടുമായിരുന്നു, ഒരു 2-3. പിന്നെ ഈ ത്രൂ ഔട്ട് ഫിറ്റ്നസ് ജേർണിയിൽ ഞാൻ ഡ്രൈ ഫ്രൂട്ട്സ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഡെയിലി അറ്റ്ലീസ്റ്റ് ഒരു 2-3 വെച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഡെയിലി കഴിക്കുമായിരുന്നു. അങ്ങനെ കഴിക്കാതിരുന്നിട്ടേ ഇല്ല. പക്ഷേ സത്യം ആ ഫിറ്റ്നസ് ജേർണിയുടെ ടൈമിൽ എനിക്ക് പിന്നെ നടുവേനയോ കാലുവേനയോ അങ്ങനത്തെ ഒരു അസുഖവും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ പെർഫെക്റ്റ്ലി ഫൈൻ ആയിരുന്നു. ഇപ്പോഴും ഒക്കെയാണ്. ബട്ട് ആ ടൈമിൽ, കാരണം മേ ബി ഇപ്പം എൻ്റെ വെയിറ്റ് ഒക്കെ കുറഞ്ഞതുകൊണ്ടായിരിക്കാം, വെയിറ്റിൻ്റെ കാര്യം. വെയിറ്റ് ഞാൻ തുടങ്ങിയപ്പോൾ ഞാൻ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തപ്പോൾ എൻ്റെ വെയിറ്റ് 89.1 ആയിരുന്നു. ഞാൻ ഫിറ്റ്നസ് ജേർണി തീർന്നപ്പോൾ എൻ്റെ വെയിറ്റ് 84.2 ആണ്. ഓൾമോസ്റ്റ് 5 kg ആണ് കുറഞ്ഞത്. പക്ഷേ ഫസ്റ്റ് 30 ഡേയ്സിൽ ഞാൻ ഓൾമോസ്റ്റ് ഒരു 3.2 ആണെന്ന് തോന്നുന്നു, അത്രയും ഞാൻ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ആ ടൈമിൽ ഞാൻ പ്രോട്ടീൻ ഇൻടേക്ക് ഹൈയും വർക്കൗട്ടൊക്കെ കുറവും ഒക്കെ ആയിരുന്നു. പക്ഷേ അപ്പം എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ എൻ്റെ മെഷർമെൻറ്റ്സിൽ അങ്ങനെ വ്യത്യാസമൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. കാരണം എനിക്ക് ടൈറ്റുള്ള ഡ്രസ്സ് ടൈറ്റായിട്ട് തന്നെയാണ് നിന്നിരുന്നത്. അത്രയ്ക്ക് അങ്ങ് ലൂസല്ല, നോർമൽ ഫിറ്റായി തുടങ്ങിയതിന്. പക്ഷേ ബാക്കി ഉണ്ടായിരുന്ന ദിവസങ്ങളിൽ പട്ടി എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വെയിറ്റ് ലോസ് കുറവായിരുന്നു, ബട്ട് മെഷർമെൻറ്റ്സിൽ നല്ല ഡിഫറൻസ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ചെയ്തതിലൊരു അബദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ, ഞാൻ ആദ്യം എൻ്റെ മെഷർമെൻറ്റ്സ് എടുത്ത് വെക്കണമായിരുന്നു. ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. ബട്ട് ഡ്രസ്സുകൾ അതിന് സാക്ഷികളാണ്. ഞാൻ അതിന് ശേഷം 2-3 വീഡിയോസ് ഇങ്ങനെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ആ ടൈമിൽ ഇട്ട ഡ്രസ്സ്. എന്നിട്ട് എനിക്ക് ഫിറ്റായ രീതിക്കുള്ളത്. കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കിക്കോട്ടോ. സോ അങ്ങനെ എന്താ പറയുക, ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു എൻ്റെ ഫിറ്റ്നസ് ജേർണിയിൽ. കാരണം ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ കുറേ പേരൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഇതൊക്കെ നടക്കുമോ. ഈവൻ എൻ്റെ ഹസ്ബൻഡ് വരെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇതൊക്കെ എത്ര ദിവസം പോകുമെന്ന്. പക്ഷേ ഇപ്പോൾ ഹസ്ബൻഡാണെങ്കിലും ഒന്നും പറയില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആളും ഹാപ്പിയാണ്. ഇടയ്ക്ക് എന്നോട് പറഞ്ഞു, നിർത്താവോ, മതി, വണ്ണം കുറച്ചത് മതി. കാരണം ഞാൻ ഓൾറെഡി നല്ല ഹൈറ്റുള്ള ആളാണ്.
സോ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഒത്തിരി മെലിയുമ്പോഴത്തേനും ഭയങ്കരമായിട്ട് വൃത്തികേടാവുക എന്ന് പറഞ്ഞാൽ എപ്പോഴും കളിയാക്കുമായിരുന്നു. എന്തായാലും ഞാൻ ഹാപ്പി ആയിട്ടുണ്ട് എൻ്റെ ഫിറ്റ്നസ് ജേണിയിൽ. പിന്നെ എൻ്റെ അടുത്ത് കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഏത് നേരവും നീ ലിഫ്റ്റിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ടാണല്ലോ പിക്ക് എടുക്കുന്നതെന്ന്. അതിന് റീസൺ ഇസയാണ് കേട്ടോ. രാവിലെ ഞാൻ ഒരു 8:30 to 9 ഇടയ്ക്ക് ഇസേനെ കൊണ്ടുപോയി ബേബി സിറ്റിങ്ങിൽ വിടും. സോ ആ ടൈമിൽ പോകുമ്പോഴാണ് ഞാൻ ഫോട്ടോ എടുത്തുകൊണ്ടിരുന്നത്. കാരണം എനിക്ക് 9 മണിയാകുമ്പോൾ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യും. സോ അതിന് മുമ്പ് എനിക്ക് തിരിച്ച് വന്നിട്ട് കയറണം. പിന്നെ വൈകിട്ടല്ലേ ഇറങ്ങുന്നുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഫോട്ടോ എടുക്കാനൊന്നും സമയം ഉണ്ടായിരുന്നില്ല. കാരണം ഞാനിത് വർക്കുമായിട്ട് ഒന്നും ബന്ധിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം എൻ്റെ വർക്കായ രീതിയിൽ തന്നെ നടന്നു. എൻ്റെ ഫിറ്റ്നസ് ജേണി അതിൻ്റെതായ രീതിക്ക് നടന്നു. അതുകൊണ്ട് തന്നെ പോകുന്ന വഴിക്ക് തന്നെ ഫോട്ടോ എടുത്തിട്ട് പോകുമായിരുന്നു. വർക്കൗട്ട് ഒക്കെ ഞാൻ എൻ്റെ വർക്ക് കഴിഞ്ഞിട്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് ഇസ ആ സമയത്ത് നേരത്തെ ഉറങ്ങുമായിരുന്നു. അതെനിക്ക് നല്ലൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം അതൊക്കെ അവൾ മാറ്റിയിട്ടുണ്ട്. ഇനി എനിക്കറിയില്ല ഇനി അടുത്ത ഞാൻ തുടങ്ങുമ്പോൾ ഞാൻ ഇനി എപ്പോൾ വർക്കൗട്ട് ചെയ്യുമെന്ന്. എൻ്റെ ആദ്യത്തെ ഫിറ്റ്നസ് ജേണിയുടെ സമയത്ത് അവൾ എപ്പോഴും ഒരു 8 മണിക്ക് മുമ്പ് ഉറങ്ങുമായിരുന്നു. സോ എനിക്ക് നല്ല ടൈം കിട്ടുമായിരുന്നു രാത്രി ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇടയ്ക്കാണേലും ഇങ്ങനെ കുറേ പേര് വെച്ചിട്ടുണ്ട്, ഇതിപ്പം നീ എല്ലാം തിന്നിട്ടാണല്ലോ ഇത് നടത്തുന്നതെന്ന്. അതെ, ഞാൻ എല്ലാം കഴിച്ചിട്ട് തന്നെയാണ് ഈ ഫിറ്റ്നസ് ജേണി കൊണ്ടുപോയത്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു, പണ്ടത്തെ പോലെ ഞാൻ അത്രയും കയറി കഴിക്കില്ല, കുറച്ച് അതിൽ ലിമിറ്റഡായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. പിന്നെ എനിക്ക് വന്ന ക്വസ്റ്റ്യൻസിൽ നന്നായിട്ട് എനിക്ക് കുറേ പേര് എൻ്റെ അടുത്ത് പറഞ്ഞു ഭയങ്കര മോട്ടിവേഷൻ ആണെന്നൊക്കെ. അതിലേക്ക് എനിക്ക് സത്യം പറയാൻ ഒത്തിരി 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 സന്തോഷമുണ്ട്. അങ്ങനെ ഒരാളല്ല കേട്ടോ, സത്യം പറഞ്ഞാൽ കുറേ പേര് അങ്ങനെ പറഞ്ഞ് ഞാൻ അവർക്കൊരു മോട്ടിവേഷൻ അത് പറഞ്ഞ് കേൾക്കുമ്പോൾ ഉള്ളൊരു സന്തോഷം എത്ര പറഞ്ഞാലും അത് എനിക്ക് അറിയില്ല. അത്രയും ഹാപ്പിയാണ് ഞാൻ അതിൽ. ഈവൻ എന്താ പറയുക, ഞാൻ പലപ്പോഴും ഇങ്ങനെ നിർത്തിയാലോ എന്ന് ആലോചിച്ച ദിവസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ കുറച്ച് ദിവസം പറഞ്ഞാൽ ഭയങ്കര പാടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു നിർത്തിയാലോ എന്ന്. അപ്പോൾ ആരെങ്കിലും എനിക്കിങ്ങനെ മെസ്സേജ് അയക്കും, ജിനി അടിപൊളിയാണ് കേട്ടോ, കണ്ടിട്ട് എനിക്ക് ചെയ്യാൻ തോന്നുന്നുണ്ടെന്നൊക്കെ. അങ്ങനെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മെസ്സേജ് വരുമ്പോഴുള്ളൊരു സന്തോഷം ഉണ്ടല്ലോ, അതെനിക്ക് ശരിക്കും ഭയങ്കര ഒരു മോട്ടിവേഷനായിരുന്നു. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാതിരിക്കാൻ വയ്യ, ആരും എന്നെ അങ്ങനെ ഡീമോട്ടിവേറ്റ് ചെയ്ത് അങ്ങനെ നിർത്താ ഒരു രീതിക്ക് എന്നോട് ആരും സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഈ ഒരു ഫിറ്റ്നസ് ജേണിയിൽ. ഹസ്ബൻഡ് എൻ്റെ ഇടയ്ക്ക് കളിയാക്കും ഫുഡ് വേണമെന്നൊക്കെ ചോദിക്കും. അങ്ങനെ അല്ലാണ്ട് അതെനിക്ക് ഇച്ചുവിനോട് ആ നോ പറയാൻ പറ്റിയല്ലോ എന്നുള്ളൊരു സന്തോഷം മാത്രമേ ഇപ്പോൾ എനിക്ക്. ഞാനിങ്ങനെ രാത്രി എന്നോട് ചോദിക്കും, ഫുഡ് മേടിക്കട്ടെ നമുക്ക് കഴിച്ചാലും കുഴപ്പമില്ല, നാളെ വെയിറ്റ് ഒന്നും അത്ര കൂടില്ല എന്നൊക്കെ ഞാൻ പറയും നോ. ആ നോ സത്യം പറഞ്ഞാൽ ആ നോയാണ് എന്നെ ഇവിടം വരെ കൊണ്ടെത്തിച്ചത്. ഇപ്പം എനിക്ക് ഏത് ഡ്രസ്സ് വേണേലും ഇടാം. എൻ്റെ സൈസ് ഞാനൊരു XXL പോകാൻ നിന്ന ആളാണ്. അതിൽ നിന്നാണ് ഇപ്പം ലാർജിലോട്ടൊക്കെ എത്തിയത്. ഇപ്പം എനിക്ക് ലാർജ് ഡ്രസ്സുകളും കയറുന്നുണ്ട്. കൂടുതലും ഇപ്പം എനിക്ക് ലാർജ് ഡ്രസ്സൊക്കെ കയറി തുടങ്ങി. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഇനിയുണ്ട്, വയറൊക്കെ ഇനി കുറയാനുണ്ട്. എന്തായാലും ഞാൻ അടുത്ത തന്നെ ഒരു ഫിറ്റ്നസ് ജേണി കൂടി സ്റ്റാർട്ട് ചെയ്യും. ഫിറ്റ്നസ് ജേണി ആയിരിക്കില്ല, അതെൻ്റെ വെയിറ്റ് ലോസ് ജേണി ആയിരിക്കും കേട്ടോ. അതിൽ പക്ഷെ ഞാൻ ഇതിലൊന്നും പെടാത്ത ഒരു സാധനവും കൂടി കോൺസെൻട്രേറ്റ് ചെയ്യും. എന്താണെന്ന് വെച്ചാൽ ഉറക്കം. കഴിഞ്ഞ ഫിറ്റ്നസ് ജേണിയിൽ ഞാൻ എൻ്റെ ഉറക്കത്തിന് ഒട്ടും പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ബട്ട് ഇനി വരുന്ന എൻ്റെ വെയിറ്റ് ലോസ് ജേണിയിൽ ഉറപ്പായിട്ടും 6 to 7 hours ഉള്ളിൽ ഞാൻ ഉറങ്ങും എന്ന് തന്നെ വിചാരിച്ചാണ് ഇരിക്കുന്നത്. കാരണം അതെന്നെ നന്നായിട്ട് ബാധിക്കുന്നുണ്ട്. ആ ഒരു ഉറക്കം ഇല്ലായ്മ എന്നെ ബാധിക്കുന്നുണ്ട്. സോ അതെന്തായാലും അടുത്ത വെയിറ്റ് ലോസ് ജേണി ആയിരിക്കും കേട്ടോ. അപ്പം ഞാൻ ഡെയിലി ഇങ്ങനെ വെയിറ്റ് ഒക്കെ പോസ്റ്റ് ചെയ്ത്, പക്ഷേ ഇങ്ങനെ ഒരു 75 days ഒന്നും ആയിരിക്കില്ല, ജസ്റ്റ് ഒരു 30 days ആയിരിക്കും. കാരണം ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എനിക്ക് ബിലോ 80 എൻ്റെ വെയിറ്റ് നിൽക്കണം എന്നാണ്. സോ ബിലോ 80 എത്തുന്ന ഒരു 30 days എനിക്ക് മതി അതിന് എന്നാണ് എൻ്റെ ഒരു വിചാരം. നമുക്ക് നോക്കാം, ബിലോ 80 ആകുന്നവരെ എന്തായാലും ഞാനത് എൻ്റെ കൊണ്ടുപോകും. അത് കഴിഞ്ഞിട്ടും പിന്നെ ഇപ്പം സത്യം പറഞ്ഞാൽ ഫിറ്റ്നസ് ജേണി എടുത്തതിൻ്റെ ഒരു ഗുണമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഇതിപ്പോൾ ഞാൻ പണ്ട് ഡയറ്റൊക്കെ എടുത്ത് ജിമ്മിലൊക്കെ പോയി വണ്ണം കുറയ്ക്കും. എന്നിട്ട് വണ്ണം കുറഞ്ഞു കഴിയുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, പഴയ പോലെ ഫുഡൊക്കെ കഴിച്ച് പഴയ പോലെ വീണ്ടും വണ്ണം വെക്കും അതിൻ്റെ ഇരട്ടിയായിട്ട്. പക്ഷേ ഇത്തവണ ഇതെനിക്കൊരു ശീലമാക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. എൻ്റെ റൂട്ടീനിൽ തന്നെ ഇതിപ്പോൾ ഒരു ഭാഗമാണ്. ഞാൻ ഇങ്ങനെയാണ് ഇപ്പോൾ എന്ന് ഞാൻ എന്നെ തന്നെ പറഞ്ഞ് പഠിപ്പിക്കുക ചെയ്ത്. സോ ആദ്യമായിട്ട് വണ്ണം കുറയ്ക്കാൻ നോക്കുന്നവരാണെങ്കിൽ ഞാൻ ഒരിക്കലും പ്രിഫർ ചെയ്യില്ല ഡയറ്റൊക്കെ എടുത്ത് നിങ്ങൾ ചെയ്യുന്നത്. പകരം അത് നിങ്ങളുടെ ലൈഫിലോട്ടാക്കാൻ നോക്കുക. ഒരു ഡെയിലി ലൈഫിൽ അതൊരു ശീലമാക്കുക.
ശീലമാക്കി കഴിഞ്ഞിട്ട് ഡയറ്റൊക്കെ എടുത്തിട്ടൊന്ന് വണ്ണം കുറയ്ക്കുക. ഞാനൊരു പേഴ്സണൽ ആയിട്ട് പറയുന്ന കേട്ടോ. ഐ മീൻ അത് എൻ്റെ മാത്രം അഭിപ്രായം ആയിരിക്കാം, പക്ഷേ അങ്ങനെ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഇങ്ങനെ പോട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു, മാറാതെ. കാരണം വർക്ക് പ്രഷറൊക്കെ വരുമ്പോൾ ഞാനാണെങ്കിലും ഇടയ്ക്ക് ഔട്ട്സൈഡ് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. ബട്ട് ലെറ്റ് മീ ട്രൈ, മാക്സിമം ട്രൈ ചെയ്യുക. അങ്ങനെ ഒത്തിരി ഒന്നും കഴിക്കാതെ. എന്നുവെച്ചാൽ സത്യം പറയാലോ, ഇപ്പം ഫിറ്റ്നസ് ജേണിയിൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് 2 ആഴ്ചയായിട്ടൊരു വേറെ വർക്കിൽ നല്ല പ്രഷർ ഉണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോസ് അങ്ങനെ ഒന്നും പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഞാനിപ്പോൾ വീണ്ടും ചിന്തിക്കുക, ഞാൻ എൻ്റെ ലൈഫ് കളഞ്ഞിട്ട് ഒരിക്കലും, അല്ലെങ്കിൽ എൻ്റെ ഹെൽത്ത് കളഞ്ഞിട്ട് ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ല. പലരും ഇങ്ങനെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, കാശുണ്ടാക്കാൻ വേണ്ടി ഇങ്ങോട്ടൊക്കെ വന്നു, എന്നിട്ട് സ്വന്തം ഹെൽത്ത് നോക്കാതെ എല്ലാം ചെയ്തു. അവസാനം അവർക്ക് പറ്റണത് അവരുടെ ലൈഫിൽ തന്നെ ഒരു പ്രശ്നമാണത്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. സോ അങ്ങനെ ഒരിക്കലും ആവാതിരിക്കാനാണ് ഇപ്പം ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഹെൽത്തും അതേപോലെ എൻ്റെ വർക്കും എനിക്ക് ഒരേപോലെ കൊണ്ടുപോകണം, കൂടുതൽ ഫാമിലി കേട്ടോ. ഇവർ ഇസയാണേലും മിച്ചു ആണേലും അതിനൊക്കെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇസയ്ക്ക് ഇപ്പം കാര്യമൊന്നും അറിയണ്ടാവില്ല, പക്ഷെ അവൾ ഇനി ഒരിക്കലും ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ അവൾ വിചാരിക്കും, ഓ അമ്മ ഇങ്ങനെ ആയിരുന്നല്ലേ എന്നൊക്കെ ചിലപ്പോൾ അവൾ വിചാരിക്കായിരിക്കും. സോ അത്രയൊക്കെ ഉള്ളൂ. ഇനി എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസോ എന്തെങ്കിലുമൊക്കെ അറിയണമെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കും, അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ മതി. എന്തായാലും ഞാൻ അടുത്ത് തന്നെ ഒരു വെയിറ്റ് ലോസ് ജേർണി ചെയ്യുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഞാൻ ഇതൊക്കെ തന്നെയായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ടൈമിങ്, ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിൽ എൻ്റെ ടൈം ഫ്രെയിം മോസ്റ്റ്ലി 10 to 6 അല്ലെങ്കിൽ 9 to 5, 5:30 ആയിരിക്കും. പ്ലസ് ഉറക്കം ഇമ്പോർട്ടൻറ്റ്. ഇത്തവണ എന്തായാലും ഞാനത് കോൺസെൻട്രേറ്റ് ചെയ്യും. വർക്കൗട്ട് ചെയ്യുന്നുണ്ടാകും. കൂടെ താല്പര്യമുള്ളവരൊക്കെ കൂടിക്കോട്ടോ. ഞാൻ ഒന്ന് പറയാം, എന്ത് ഹെൽപ്പ് വേണേലും എൻ്റെ അടുത്ത് നിന്ന് പ്രതീക്ഷിക്കാം. ആര് മെസ്സേജ് അയച്ചാലും ഞാൻ റിപ്ലൈ ഒന്നും തരാതിരിക്കും, എല്ലാവർക്കും ഞാൻ റിപ്ലൈ തരും കേട്ടോ. പക്ഷെ ഞാൻ അങ്ങനെ സ്ട്രിക്റ്റ് ഡയറ്റ് ഒന്നും എടുത്തിട്ടായിരിക്കില്ല. ഒരു അമ്മ എന്ന നിലയ്ക്കും ഞാൻ പോയിട്ടുണ്ട്, അതേപോലെ ഒരു വർക്ക് ഫ്രം ഹോം ആണെങ്കിൽ പോലും വർക്കിംഗ് വുമൺ ആയിട്ടും എനിക്കറിയാം എത്രത്തോളം നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാകുമെന്ന്. എനിക്കറിയാം. ഇപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ എല്ലാം കൂടി എങ്ങനെ മാനേജ് ചെയ്യുന്നൊക്കെ ആദ്യമൊക്കെ ഭയങ്കര ഡൗട്ട് ഉണ്ടായിരുന്നു. ബട്ട് ഇപ്പം എല്ലാം അത് യൂസ്ഡ് ടു ആയി. സോ എല്ലാ രീതിക്കും ഞാൻ നോക്കിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അല്ലാതെ ഞാനൊരു അമ്മയാണ് എനിക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല എന്നല്ല. ശരിക്കും ഇത്രയും സമയം നമ്മൾ നോക്കുന്നതല്ലേ, അപ്പം നമുക്ക് വേണ്ടിയിട്ടും കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക. നമ്മൾ ഹെൽത്തി ആയിട്ടിരുന്നാലും നമ്മുടെ കുഞ്ഞുങ്ങളെയും നമുക്ക് നോക്കാൻ പറ്റുള്ളൂ. വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ പോലും ഫുൾ ഡേ ഇരുന്ന് വർക്ക് ചെയ്യുന്നതിനേക്കാളും ബെറ്റർ വർക്ക് ചെയ്യണ്ടെന്നല്ല, വർക്ക് ചെയ്യണം. ബട്ട് അതിനുശേഷം നമ്മൾ കുറച്ച് നേരം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാം. ഡെയിലി നമുക്ക് വേണ്ടി തന്നെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാം. അത്രയേ എനിക്ക് പറയാനുള്ളത്. അപ്പം ശരി, ബൈ ബൈ, സീ യു. അടുത്ത വീഡിയോ കാണാം കേട്ടോ.